Good morning to all. നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്ക് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്: ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ ആൻഡ് എൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദം ഇൻ ടു ദ ഫങ്ഷൻസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. വി ഗെറ്റ് ദ പ്രോബബിലിറ്റി ഫങ്ഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ പിയുടെ ക്യൂ അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പിയുടെയും ക്യൂവിൻ്റെ എന്നിൻ്റെ ഒക്കെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ പിയുടെ ക്യൂവിൻ്റെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഇല്ലേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താ? എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ള ഇക്വേഷൻ, ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോബബിലിറ്റി ഫങ്ഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നു. പ്രോബബിലിറ്റി ഫങ്ഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തെ സ്റ്റെപ്സ് ഇതാണ്: പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ഇൻ ദ ഫങ്ഷൻസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. വി ഗെറ്റ് എൻ പ്ലസ് 1 ഐറ്റംസ്, n പ്ലസ് 1 ടേംസ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞായിരുന്നു എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 അല്ലേ, അത് n വരെയാണ്. അപ്പോൾ നമ്മൾ ആ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, അങ്ങനെ n വരെയുള്ള അതായിരിക്കും എന്ത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ ഇല്ലേ, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി ഗെറ്റ് എൻ പ്ലസ് 1 ടേംസ് കിട്ടും. എൻ പ്ലസ് 1 ടേംസ് കിട്ടും. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്: മൾട്ടിപ്ലൈ ഈച്ച് സച്ച് ടേം ബൈ എൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്രീക്വൻസി ടു ഒബ്റ്റെയിൻ ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലേ. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ എക്സ് ഈസിക്കൽ ടു 0, എക്സ് ഈസിക്കൽ ടു 1, എക്സ് ഈസിക്കൽ ടു 2 എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈസിക്കൽ ടു 0 കണ്ടുപിടിക്കുന്നുണ്ട്, പി ഓഫ് എക്സ് ഈസിക്കൽ ടു 1, പി ഓഫ് എക്സ് ഈസിക്കൽ ടു 2 അങ്ങനെയെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടിച്ച ആ ആൻസറിനെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ n ആണ്. ക്യാപിറ്റൽ n ഇവിടെ സൂചിപ്പിക്കുന്ന ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ടോട്ടൽ ഫ്രീക്വൻസിയും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ടു ഒബ്റ്റെയിൻ ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നു. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നു. നമ്മൾ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള 3 സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ പിയുടെയും ക്യൂവിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എക്സ് ഈസിക്കൽ ടു 0, 1, 2, 3, 4 നമുക്ക് എത്രയാണോ ഉള്ളത് ആ എക്സിൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് n പ്ലസ് 1 ടേംസ് കിട്ടുന്നു. എന്നിട്ട് ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ടോട്ടൽ ഫ്രീക്വൻസിയും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നു. നമുക്ക് ഇതിൽ ഇനി പഠിക്കാനുള്ളത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. എന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം അല്ലെങ്കിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കണ്ടുപിടിക്കുന്നത്. അതാണ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അത് പ്രകാരം നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്, മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് എൻ ബി ആണ്. എക്സ് ബാർ എൻ ബി ആണ്. നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എന്ത് എൻ ബി എന്ന് പറയുന്നത്. എൻ ബി എക്സ് ബാർ മീൻ എന്ന് പറയുന്നത് എൻ ബി ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: റൂട്ട് എൻ പി ക്യൂ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ വേരിയൻസ് പറഞ്ഞാൽ നമുക്ക് എസ് ഡി സ്ക്വയർ ആണ് അല്ലേ. എസ് ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എൻ ബി ക്യൂ ആണ്. ദെൻ ഇതിൽ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ എന്ന് പറയുന്നത് എൻ ബി ക്യൂ ഡിവൈഡ് ബൈ എൻ ബി. എൻ ബിയും നമുക്കറിയാം. അതിനകത്ത് നമുക്ക് എന്താ ക്യൂ കണ്ടുപിടിക്കാം. എൻ ബി ക്യൂ ഡിവൈഡ് ബൈ എൻ ബി ഈസ് ഈക്വൽ ടു ക്യൂ. പി കണ്ടുപിടിക്കാൻ പറ്റും. പി ഈസ് ഈക്വൽ ടു എൻ ബി ഡിവൈഡ് ബൈ എൻ. ദെൻ എൻ കണ്ടുപിടിക്കാൻ പറ്റും. എൻ ഈസ് ഈക്വൽ ടു എൻ ബി ഡിവൈഡ് ബൈ പി. നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്. എക്സ് ബാർ എൻ ബി ആണ്. നമ്മൾ സാധാരണ മീൻ കാണുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. ആ മീൻ എന്ന് പറയുന്നത് എൻ ബി ആണ്.
എൻ ബി ഈസ് ഈക്വൽ ടു മീൻ ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് എൻ പി ക്യൂ ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ എസ് ഡി സ്ക്വയർ ആണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. വി ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ ആണ്. ഇതിൽ നിന്ന് ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ ഈസ് ഈക്വൽ ടു എൻ ബി ക്യൂ ഡിവൈഡ് ബൈ എൻ ബി. ദെൻ പി കണ്ടുപിടിക്കാം. പി ഈസ് ഈക്വൽ ടു എൻ ബി ഡിവൈഡ് ബൈ എൻ. എൻ കണ്ടുപിടിക്കാം. എൻ ബി ഡിവൈഡ് ബൈ പി. ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 8 coins were tossed together 256 times. Find the expected frequency of heads. Find mean and standard deviation. ഇതാണ് ക്വസ്റ്റ്യന്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് നോക്കുക. 8 coins were tossed together 256 times. Find the expected frequency of heads. ദെൻ ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നമ്മളോട് പറയുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ് ആണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ് നമ്മൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിയുടെയും ക്യൂവിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. പി എന്ന് പറഞ്ഞാൽ ഇവിടെ സക്സസ് ആണ് അല്ലേ. സക്സസ് എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത അല്ലേ. ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ സിംഗിൾ ട്രയലിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1/2 ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം അതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. അപ്പം പി ഈസ് ഈക്വൽ ടു ആണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ എ ടോസ്, ദാറ്റ് ഈസ് 1/2. അത് നമുക്ക് പിയുടെ വാല്യൂ കിട്ടി. ക്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഫെയിലിയർ ആണ്. അല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി മൈനസ് 1 മൈനസ് പി ആണ് അല്ലേ. ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി, ദാറ്റ് ഈസ് 1 മൈനസ് 1/2, ദാറ്റ് ഈസ് 1/2 തന്നെ. പിയുടെ വാല്യൂ കിട്ടി 1/2, ക്യൂവിൻ്റെ വാല്യൂ കിട്ടി 1/2. ദെൻ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ പറയുന്നത്? എത്ര നമ്പേഴ്സാണല്ലോ? 8 കോയിൻസ് ആണ് ടോസ് ചെയ്തല്ലേ അല്ലേ. ഇവിടെ നമ്മൾ 8 കോയിൻസ് ആണ് ടോസ് ചെയ്തപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 8 ആണ്. സ്മോൾ ലെറ്റർ എൻ ഈസ് ഈക്വൽ ടു 8 ആണ്. ദെൻ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് 256 അല്ലേ. 256 എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് 256 ടൈംസ് ആണ് നമ്മൾ ഈ കോയിൻ 8 കോയിൻ ടോസ് ചെയ്തത്. 8 കോയിന് 256 ടൈംസ് നമ്മൾ ടോസ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് 8 ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര? 250 ടൈംസ് ആണ്. നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. ഇനി അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? നമ്മൾ പിയുടെ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഇക്വേഷൻ ഇല്ലേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താ? NCX ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു n മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷനിലേക്ക് ഈ വാല്യൂ കൊടുക്കുക. നമ്മൾ ഈ വാല്യൂ കൊടുക്കുമ്പോൾ നോക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നോക്കുക, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക NCX, നമ്മുടെ ഇക്വേഷൻ NCX അല്ലേ, n എന്ന് പറയുന്നത് 8 ആണ്. 8CX, എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് എക്സ് എന്ന് എഴുതുക. 8CX ഇൻറ്റു പി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1/2 ആണ്. 1/2 ഇൻറ്റു 1/2 റേസ് ടു എക്സ്, എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. എക്സ് പി റേസ് ടു എക്സ്, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത്. അപ്പം 1/2 റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ 1/2 റേസ് ടു എക്സ് 8 മൈനസ് എക്സ് എന്ന് വെച്ചാൽ ഈ പിയുടെയും ക്യൂവിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ഈ ഇക്വേഷനിലേക്ക്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിലേക്ക് നിങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അതാണ് നമ്മൾ എഴുതിയത് അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര അല്ലേ, n വരെ. നമ്മളിവിടെ n, സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 കോയിനാണ് ടോസ് ചെയ്തത് അല്ലേ. അപ്പോൾ 8 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ n എന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 8 ആണ് അല്ലേ. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 0, 1, 2, 3, 4, 5, 6, 7, 8 വരെ വരും. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8 വരെ വരും. അപ്പം ഈ എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 എന്നുള്ള ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഈ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പുട്ടിങ് എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര ടു 8. അത് എങ്ങോട്ട് ഏതാ? ഈ ഇക്വേഷനിലേക്ക് 8CX ഇൻറ്റു 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മളിങ്ങനെ അപ്ലൈ
അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് അതിനെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ആയ ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 256 ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി, എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ബോക്സിൽ നമ്മൾ വരയ്ക്കുക. ഇതുപോലെ കോളം വരയ്ക്കുക. കോളം വരച്ചിട്ട് 3 കോളമാണ് വേണ്ടത്. ആദ്യത്തെ കോളത്തിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് അല്ലെ, നമ്പർ ഓഫ് ഹെഡ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് നമ്പർ ഓഫ് ഹെഡ് എക്സ്. അടുത്ത പി ഓഫ് എക്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം പി ഓഫ് എക്സ് ഈ ഇക്വേഷൻ പ്രകാരം ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8cx ഇൻറ്റു 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു എക്സ് മൈനസ് എക്സ് എന്ന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ ഇക്വേഷനാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് പി ഓഫ് എക്സ്. അടുത്തത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്ക് ഈ പി ഓഫ് എക്സ് കിട്ടുമല്ലേ, ആ പി ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ N ആണ് എന്ന് വെച്ചാൽ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ് ലാസ്റ്റ് കോളം. ഇതുപോലെ 3 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളം നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് വെച്ചാൽ എക്സ്. നമ്മളിവിടെ എഴുതുന്ന എക്സ് ഇല്ലേ, സ്മോൾ ലെറ്റർ എക്സ്, സ്മോൾ ലെറ്റർ അല്ല, എക്സ് ഈസ് ഈക്വൽ ടു 0 1 2 3 4 to 8 നമ്മൾ എഴുതുന്നില്ലേ, അതാണ് എക്സ്. അതാണ് നമ്പർ ഓഫ് ഹെഡ്സ്. നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ്. അപ്പോൾ നമ്മളത് എഴുതി. ദെൻ പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ദെൻ പി ഓഫ് എക്സ് ഇൻറ്റു 256 ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇത് നോക്കുക. അത് നമ്മളിങ്ങനെ 0 to 8 വരെ എഴുതുക. 0 എഴുതുക ഫസ്റ്റ്. നമ്മുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എഴുതുക. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിലേക്ക്, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 8cx ഇൻറ്റു 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു എക്സ് മൈനസ് എക്സ് അല്ലേ, അതിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നോക്കുക, 8cx ഇൻറ്റു 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു എക്സ് മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 0 ഇല്ലേ, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും 8c0 ഇൻറ്റു 1/2 റേസ് ടു 0 ഇൻറ്റു 1/2 റേസ് ടു എക്സ്. ഇത് നമ്മൾ ചെയ്യുമ്പം ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 1/256 കിട്ടും. 256 അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്താൽ മതി. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യുമ്പം 8c0 എല്ലായ്പ്പോഴും 1 ആയിരിക്കും. 8c0 ഇങ്ങനെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 8c0 നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 1 ഇൻറ്റു ദെൻ 1/2 റേസ് ടു 0. 1/2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റത്തിൻ്റെയും റേസ് ടു 0 വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ 1 ആണ്. ഇൻറ്റു ദെൻ 1/2 റേസ് ടു 8. 1/2 റേസ് ടു 8 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 റേസ് ടു 8 നോക്കണം. 1 റേസ് ടു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1നെ 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ കിട്ടുള്ളൂ അല്ലേ. 2 റേസ് ടു 8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2നെ 8 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 256 കിട്ടും. 256 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. 1 ഇൻറ്റു 1/256 ദാറ്റ് ഈസ് 1/256 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 0 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആൻസർ 1/256 കിട്ടി അല്ലേ. 1/256. ഇനി നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? അടുത്തത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ഓഫ് എക്സ് ഇൻറ്റു 256 എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് 1/256 ആണ്. അത് ഡിവൈഡഡ് ബൈ 256 അത് ഇൻറ്റു 256 എന്ന് വെച്ചാൽ 1/256 ഇൻറ്റു 256 അല്ലേ. അതിങ്ങനെ വരും 1/256 ഇൻറ്റു 256. ഈ 256 ഈ 256ഉം വെട്ടിപ്പോവും. ബാക്കി എത്ര ആൻസർ 1 കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 1 വരും. അടുത്തത് രണ്ടാമത്തെ നോക്കുക. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് 8cx ഇൻറ്റു 1/2 റേസ് ടു എക്സ് ഇൻറ്റു 1/2 റേസ് ടു എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും 8c1 ഇൻറ്റു 1/2 റേസ് ടു 1 ഇൻറ്റു 1/2 റേസ് ടു 7 വരും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ആൻസർ ചെയ്യുമ്പം 8/256 കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കുക. ഇതുപോലെ 8c1 എന്ന് പറയുന്നത് 8c1 നമ്മൾ കോമ്പിനേഷൻ പ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. നിങ്ങൾക്കത് ചെയ്യാൻ അറിയാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇല്ലാത്തവർ എന്നോട് ചോദിക്കുക. 8c1 എന്ന് പറയുന്നത് 8 ആണ് കിട്ടുന്നത്. ഇൻറ്റു 1/2 റേസ് ടു 1. 1/2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. ഇൻറ്റു
1/2 റേസ് ടു 7 അല്ലേ, 1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 തന്നെ കിട്ടുള്ളൂ. 2നെ 7 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1നെ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുള്ളൂ. 2നെ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 128 കിട്ടും, 128 കിട്ടും. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 8/128 കിട്ടും. 8/128 അല്ലേ, 8/128. അപ്പോൾ നമുക്ക് ഇവിടുത്തെ P(x) ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8/256 ആണ് കിട്ടുന്നത്. 256 കാരണം ഈ 2നെ 128 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, ഇവിടെ നോക്കുക 8 ഡിവൈഡഡ് ബൈ 2 × 128 എന്ന് പറഞ്ഞാൽ 256 ആണ്. അപ്പം 8/256 ആണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ 8/256. ഇതാണ് നമ്മുടെ P(x). 8/256. 8/256 × 256 ആണ് അല്ലേ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 8/256 × 256. അപ്പോൾ ഈ 256ഉം 256ഉം കൂടെ നമ്മൾ വെട്ടിപ്പോയി ബാക്കി 8 വരും. അതുപോലെ തന്നെ നമ്മൾ P(x) = 2 കണ്ടുപിടിക്കണം. 2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നത് 28/256 കിട്ടും. ദെൻ 28/256 × 256 അതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് 256ഉം 256ഉം കൂടെ വെട്ടിപ്പോൾ ദാറ്റ് ഈസ് 28 കിട്ടും. ദെൻ P(x) = 3 കണ്ടുപിടിക്കുക. P(x) = 3 കണ്ടുപിടിക്കുമ്പോൾ 56/256 കിട്ടും. ആ 56/256നെ n അല്ലേ നമ്മുടെ ഫ്രീക്വൻസി ആയ n എന്ന് വെച്ചാൽ 256ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 56 ആണ്. അടുത്തത് P(x) = 4 കണ്ടുപിടിക്കുമ്പം നമ്മൾ 4 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 70/256 കിട്ടും. അത് ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി 70/256നെ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 70 ആണ് കിട്ടുന്നത്. അടുത്തത് P(x) = 5 ചെയ്യുമ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുക ഇതുപോലെ ഈ ക്വസ്റ്റനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 56/256 കിട്ടും. 56/256നെ നമ്മൾ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 56 ആണ് കിട്ടുന്നത്. അങ്ങനെ P(x) = 6 നമ്മൾ ഈ ഇക്വേഷനിലേക്ക് x = 6 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 28/256 കിട്ടും. ഈ 256 അടുത്തത് ഈ 28/256നെ 256 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ 28 കിട്ടും. അടുത്ത ഏഴാമത്തത് P(x) = 7 ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ദെൻ 8/256 ആണ് കിട്ടുന്നത്. ആ 8/256നെ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8 ആണ്. അടുത്ത P(x) = 8 ചെയ്യുമ്പം P(x) = 8 ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ ഇക്വേഷനിലേക്ക് വരും. 2c8 × 1/2 റേസ് ടു 8 × 1/2 റേസ് ടു 0 എന്ന് പറഞ്ഞു വരും. അത് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1/256 ആണ്. ദെൻ 1/256 × 1/256 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ് ആണ്. ഇതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇതുപോലെ കണ്ടുപിടിക്കാം. ദെൻ ഇനി ക്വസ്റ്റനിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു. മീൻ കണ്ടുപിടിക്കാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മീൻ എന്ന് പറഞ്ഞാൽ NB ആണല്ലേ. മീൻ = NB ആണ്. അപ്പോൾ ഇവിടുത്തെ എന്നും പിയും തന്നിട്ടുണ്ട്. ക്വസ്റ്റൻ്റെ എന്നും ഉണ്ട് പിയും ഉണ്ട് അല്ലേ. n = എത്രയാണ്? n = 8 ആണ്. P = 1/2 ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു അല്ലേ. n = 8 ആണ്. P = 1/2 ആണ്. അപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മീൻ = NB. ദാറ്റ് ഈസ് n = ഇവിടെ 8 × P 1/2 ദാറ്റ് ഈസ് 4. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 കിട്ടും. ഇനി മീൻ കണ്ടുപിടിച്ച് നമുക്ക് അടുത്തുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √NBQ ആണല്ലേ. SD = √NBQ. n നമുക്കറിയാം 8 ആണ്. P നമുക്കറിയാം 1/2 ആണ്. Q 1/2 ആണ്. √n × 1/2 × 1/2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. എന്ന് വെച്ചാൽ √2 കിട്ടും. √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.414 ആണ്. √2 വരെ നിങ്ങൾ ചെയ്ത് വെച്ചാലും മതി. അതിൻ്റെ വാല്യൂ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ SD = √NBQ എന്ന് പറഞ്ഞാൽ √2 ആണ്.
അപ്പോൾ ഇതുപോലെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.